ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും ഫൈസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? പ്രോൺസ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാനത് വെച്ച് അങ്ങ് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഒരു ബിരിയാണീൻ്റെ മൈൻഡായിരുന്നു. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ ബിരിയാണിയൊക്കെ അങ്ങ് പോയി ഒരു റോസ്റ്റിലാണ് ചെന്നെത്തിയത്. അപ്പോൾ നമുക്ക് വേഗം പോയി നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഒന്ന് കണ്ടാലോ? അത്യാവശ്യം വലുപ്പമുള്ള 1/2 കിലോ കൊഞ്ചാണ് എടുത്തേക്കുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ഒക്കെ തന്നെയാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ പ്രോൺസിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും അതിൻ്റെ കൂടെ ഉപ്പും ആവശ്യത്തിന് വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് ചെറുതായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഞാൻ പെപ്പറൊന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് നേരം നമ്മുടെ പ്രോൺസിൽ നിന്ന് സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് പോയി നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു വലിയ ടൊമാറ്റോയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായി സ്ലൈസ് ചെയ്ത് എടുക്കാം. പിന്നെ ഒരു 3-4 ഓനിയൻ, അതും സ്ലൈസ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അത് നമുക്ക് നീളത്തിലൊന്ന് അരിഞ്ഞു വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ബേസിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോൺസിനെ അതിലേക്ക് വെച്ച് കൊടുക്കാം. മുളക് പൊടി കുറച്ചാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോൺസ് കൂട്ടുന്നവർക്ക് അധികം കളറൊന്നും കാണില്ല. എരിവും അത്യാവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം എല്ലായിടത്തുമൊക്കെ ഒന്നായി വരും. നമ്മുടെ കൊഞ്ചിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് റോസ്റ്റിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കൊഞ്ച് കണ്ടോ, നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു പ്രോൺസ് ഫ്രൈ ആയിട്ട് നമുക്കിത് കഴിക്കാം. ഞാൻ ഉണ്ടാക്കി വെച്ചപ്പോൾ തന്നെ 3-4 അകത്താക്കി. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റോസ്റ്റിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി അതിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും അതും കൂടെ ഇട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ഒനിയൻ കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ഒരു തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ മെയിൻ മസാലകളെല്ലാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് പാകത്തിന് എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ച് ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മസാലയും നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ടു വന്നു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച്
ഒന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് ഉപ്പൊക്കെ ഒന്നും കൂടെ പാകമാണോ എന്ന് നോക്കാം. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് നമ്മുടെ വറുത്ത് വച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞു, നമ്മുടെ പ്രോൺസ് റോസ്റ്റ് റെഡിയായി. മസാലയും നമ്മുടെ പ്രോൺസും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു 5 to 6 മിനിറ്റ്സ് കൂടെ ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ പ്രോൺസ് റോസ്റ്റ് റെഡിയായി. അധികം എരിവില്ലാത്ത, എന്നാൽ ചെറിയ ആ സവാളയുടെയൊക്കെ ഒരു മധുരമൊക്കെയുള്ള നല്ലൊരു പ്രോൺസ് റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂട് പൊറോട്ടയ്ക്കൊപ്പമോ പൂരിക്കൊപ്പമോ അല്ലെങ്കിൽ നമ്മുടെ ചോറിനൊപ്പമോ ഒക്കെ ഒരു അസാധ്യ കോമ്പിനേഷനായിരിക്കും നമ്മുടെ ഈ പ്രോൺസ് റോസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞ് പ്രോൺസ് റോസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. ഏത് പ്രോൺസ് ഐറ്റമാണ് ഇഷ്ടമെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എമ്മി ഫൈസ് കിച്ചണിലെ അടുത്ത ഒരു റെസിപ്പിയുമായി ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.